അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. नील माधव पांडा की आई एम कलाम देखते हुए मुझे अपना बचपन बहुत याद आया. അപ്പോൾ ഐ ആം കലാം എന്ന് പറഞ്ഞിട്ടുള്ള നീൽ മാധവ് പാണ്ഡെയുടെ സിനിമ നമ്മുടെ ലേഖകൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, മിഹിർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദേഖ്തേ ഹുയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുझे अपना बचपन बहुत याद आया, എനിക്ക് എൻ്റെ കുട്ടിക്കാലം വളരെയധികം ഓർമ്മ വന്നു. क्योंकि ये फिल्म भी उन्हीं विलोम के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने हैं. എന്തുകൊണ്ടെന്നാൽ ഈ സിനിമയും ഉനി വിലോമോ കെ ബാരെ മേ ബാത് കർത്തി ഹെ, ഇതിനകത്തും ആ വിപരീത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ജിൻസെ മേരെ ബച്പൻ കെ സബ് കിസ്സെ ബനെ ഹെ, എൻ്റെ കുട്ടിക്കാലത്തെ എല്ലാ കഥകളും ഉണ്ടായിട്ടുള്ള ആ വിപരീത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ കഥയിലും അല്ലെങ്കിൽ ഈ സിനിമയിലും പറഞ്ഞിട്ടുള്ളത്. ഹമാരാ നായക് കലാം ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഹെ, നമ്മുടെ നായകൻ കലാം ചായ് കി ദുക്കാൻ ചായക്കടയിൽ കാം കർത്താ ഹെ ജോലി ചെയ്യുന്നു. ഉസ്കാ സപ്ന ഹെ സ്കൂൾ ജാന और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना. उसका सपना है, അവൻ്റെ സ്വപ്നമാണ് സ്കൂൾ ജാന സ്കൂളിൽ പോവുക. और പിന്നെയോ ടി വി മേ ദേഖേ ടി വിയിൽ കണ്ട ലംബേ ബാലോം വാലെ വലിയ നീണ്ട മുടിയുള്ള രാഷ്ട്രപതി കലാംസ ബന്ന രാഷ്ട്രപതിയായ കലാംസ അതായത് കലാമിനെ പോലെ ആവുക. അതാണ് നമ്മുടെ ഈ സിനിമയിലെ കഥാനായകൻ്റെ സ്വപ്നം. ലേക്കിൻ फिल्म में एक और बच्चा भी है, ठानी के राणा का बेटा रणविजय, जिसे स्कूल जाना कतई पसंद नहीं. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് एक और बच्चा भी है, ഒരു കുട്ടി കൂടെ ഉണ്ട്. ഠാനി കെ റാണ കാ ബേട്ട, ഠാണിയിലെ, ഠാണി എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ കുറച്ച് കുടുംബങ്ങളെ ചേർത്തുണ്ടാക്കിയ ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ഠാണിയിലെ റാണ കാ ബേട്ട, അവിടുത്തെ റാണയുടെ മകൻ രൺവിജയ്, അങ്ങനെ ഒരു കുട്ടി കൂടെ ഈ സിനിമയിലുണ്ട്. ജിസെ സ്കൂൾ ജാന കത്തയി പസന്ത് നഹി, അവന് സ്കൂളിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല. वही स्कूल जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है, कलाम को एक अलग जीवन, बेहतर जीवन का सपना दिखाता है. അപ്പോൾ वही स्कूल, അതേ സ്കൂള്, जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है, रणविजयനെ പരീക്ഷയുടെ പേടി കാണിച്ച് അല്ലെങ്കിൽ പരീക്ഷ എന്നതിനെ കാണിച്ച് പേടിപ്പിക്കുന്ന അതേ സ്കൂള് കലാംകോ എക് അലഗ് ജീവൻ, കലാമിന് ഒരു പുതിയ ജീവിതം, ബെഹത്തർ ജീവൻ കാ സപ്ന ദിഖാത്താ ഹെ, ഒരു ബെറ്റർ ലൈഫ്, ഒരു നല്ലൊരു ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള സ്വപ്നമാണ് ആ സ്കൂള് കാണിച്ചു കൊടുക്കുന്നത്. फिल्म में इन दोनों बच्चों की पहली मुलाकात के वक्त के संवाद भी बड़े मज़ेदार है और ख़ास इशारा भी करते हैं. फिल्म में അതായത് സിനിമയിൽ ഇൻ ദോനോ ബച്ചോं की, ഈ രണ്ട് കുട്ടികളുടെയും പെഹലി മുലാഖാത്ത്, ആദ്യത്തെ കൂടിക്കാഴ്ച, മുലാഖാത്ത് കി വക്ത് കെ സംവാദ്, ആ കൂടിക്കാഴ്ചയുടെ സമയത്ത് അവർ തമ്മിലുണ്ടായ സംവാദം അതായത് സംസാരം, സംവാദ് ബി ബഡേ മസേദാർ ഹെ, അത് വളരെ നല്ല ഒരു നമുക്ക് സന്തോഷം തരുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് അവർ തമ്മിൽ
നടക്കുന്നത്. അതുപോലെ और ख़ास इशारा भी करते हैं, അത് പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നും ഉണ്ട്. അപ്പോൾ പറഞ്ഞു അയാം കലാം എന്ന സിനിമ, ആ സിനിമയിലെ നായകൻ്റെ പേര് കലാം, വേറൊരു കുട്ടിയുടെ ഉണ്ട് രൺ വിജയ്. ഈ രണ്ടുപേരെ കുറിച്ചിട്ടുമാണ് ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇവർ തമ്മിൽ, രൺ വിജയും കലാമും തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ആ ഒരു സംഭാഷണമാണ്. ഇത്നി സാരി, കലാം ചോദിക്കുകയാണ്, ഇത്നി സാരി കിതാബേ കായ് കി ഹേ, ഇത്രയേറെ പുസ്തകങ്ങളോ, കിസ്കി ഹേ, ആരുടെയാണ് ഇതൊക്കെ? കായ് കി ഹേ എന്ന് പറഞ്ഞാൽ അത് പഴയ, അതായത് നാട്ടിൻ പുറത്തെ കൊളോക്കിയൽ അങ്ങനത്തെ ഒരു ഭാഷയാണ്. കായ് കി ഹേ അതായത് കിസ്കി ഹേ, ആരുടെയാണ്? ഇപ്പോൾ രൺവിജയ് തിരിച്ചു വേറൊരു ചോദ്യം ചോദിക്കുന്നു, ആപ്കോ അംഗ്രേസി നഹി ആത്തി, ആത്തി ക്യാ, താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അപ്പോൾ കലാം അടുത്ത ചോദ്യം ചോദിക്കുന്നു, തെരക്കോ പേട് പർ ചढ़ना आता है, നിനക്ക് മരത്തിൽ കയറാൻ അറിയോ? പേട് പർ ചढ़ना എന്ന് പറഞ്ഞാൽ മരത്തിൽ കയറുക. നിനക്ക് മരത്തിൽ കയറാൻ അറിയോ? അപ്പോൾ രൺവിജയ് ചോദിക്കുകയാണ്, ഹമേ ഘോടെ പർ ചढ़ना आता है, ആപ്കോ ഘുഡ്സവാരി ആത്തി ഹേ, എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയാം. നിനക്ക് കുതിര ഓടിക്കാൻ അറിയാമോ? ഘുഡ്സവാരി എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറി കുതിരേനെ ഓടിക്കുന്നതാണ്. അപ്പോൾ കലാമിൻ്റെ ചോദ്യം, മേരേക്കോ ഊട്ട് പർ ചढ़ना आता है, എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം. ഊട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടകം. തേരേക്കോ ക്യാ ഊണ്ട് കി ദവാ കർണി ആത്തി ഹേ, നിനക്ക് ഒട്ടകത്തിന് മരുന്നുണ്ടാക്കാൻ അറിയാമോ? അങ്ങനെ രണ്ടുപേരും പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരാളും ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നില്ല. ഈ ചോദ്യത്തിൻ്റെ ഒക്കെ അർത്ഥം എന്താ? ഒരാൾ ചോദിച്ച കാര്യം മറ്റേയാൾക്ക് അറിയില്ല, പക്ഷെ ആരും അറിയില്ല എന്ന് പറയുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लिए लेन देन को लेकर दोस्ती हो जाती है. इन संवादों के बाद, അതായത് ഈ ഒരു സംഭാഷണത്തിന് ശേഷം കലാം और रणविजय के बीच, കലാമിൻ്റെയും रणविजयൻ്റെയും ഇടയ്ക്ക് घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. ഒരാൾ മറ്റേയാളെ കുതിരസവാരി പഠിപ്പിക്കാനും മറ്റേയാൾ തിരിച്ച് മരത്തിൽ കയറാൻ പഠിപ്പിക്കാനും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ട്, അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരാൾ പഠിപ്പിക്കുന്നു, തിരിച്ച് ഇയാളെ വേറൊന്ന് പഠിപ്പിക്കുന്നു, അങ്ങനെ ഇവർക്കിടയിൽ दोस्ती हो जाती है, അതായത് സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफा प्रेम का भी है और उस लड़के का भी जो सुदूर बीहड़ में बैठा अमिताभ की फिल्में देख देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. അപ്പോൾ ഫിലിം കെ കിസ്സോമേം, ഈ സിനിമയുടെ കഥകളിൽ ഏക് യാദ്ഗാർ കിസ്സ, ഒരു ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കഥ എന്ന് പറയുന്നത്, ഒരു ഭാഗം എന്ന് പറയുന്നത്, ചായ് കി ദുക്കാൻ ചലാനെ വാലേക്ക്, അതായത് ചായക്കട നടത്തുന്ന, ചായ് കി ദുക്കാൻ ചലാനെ വാലെ പറഞ്ഞാൽ ചായക്കട നടത്തുന്ന ആളിൻ്റെ അധൂരെ ഏക് തർഫ പ്രേം കാ ഭി ഹേ. അധൂര എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവാത്ത, മുഴുവനാക്കപ്പെടാത്ത, അതായത് അപൂർണമായ ഏക് തർഫ പ്രേം, അതായത് വൺ സൈഡ് ലവ്, പ്രേം കാ ഭി ഹേ, അതായത് ഇതിനകത്തൊരു വൺ സൈഡ് ലവ് സ്റ്റോറിയും ഉണ്ട്. അതും ഈ സിനിമയ്ക്കകത്ത് ഒരു നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ഭാഗമാണ്. ഉസ് ലഡ്കെ കാ ഭി, പിന്നെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട്.
ജോ സുദൂർ ബീഹട്ട് മേം ബൈഠ. അവൻ എന്താ ചെയ്യുന്നത്? ദൂരെയുള്ള ബീഹട്ട് എന്ന് പറഞ്ഞാൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ദൂരെ ബീഹട്ട് മേം ബൈഠ, അവൻ അങ്ങനെ ഉയർന്നു താഴ്ന്നിട്ടുള്ള ആ സ്ഥലത്തിരുന്നിട്ട് അമിതാഭ് കി ഫിൽമേം ദേഖ് കർ, അമിതാഭ് ബച്ചൻ്റെ സിനിമ കണ്ട് और उनकी नकल करके, അയാളെ അനുകരിച്ച്, അമിതാഭ് ബച്ചനെ അനുകരിച്ച് ഖുദ് അമിതാഭ് ഹോ ജാനാ ചാഹത്ത ഹൈ. അങ്ങനെ അമിതാഭിനെ അനുകരിച്ച് അയാൾ എന്ത് വിചാരിക്കുന്നു? അയാളല്ല, ആ കുട്ടി സ്വയം അമിതാഭ് ബച്ചനാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. അങ്ങനെ 4 പേരെക്കുറിച്ചിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് ഇപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എന്നും പറഞ്ഞ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. ബസ് ഏക് ഫർക്ക് ഹെ, അതായത് ആകെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. फिल्म में कलाम दिल्ली भी पहुंचता है और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ കലാം ദില്ലി ഭി പहुंचता है, കലാം ദില്ലിയിലെത്തുന്നു. और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. പിന്നെ എന്ത് സംഭവിക്കുന്നു? അവൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ പോകാനുള്ള അവസരവും, മौका എന്ന് പറഞ്ഞാൽ അവസരവും ലഭിക്കുന്നു. ലേക്കിൻ മേരെ ബച്പൻ മേ ऐसा नहीं होता, പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ നടക്കാറില്ലായിരുന്നു. मोरपाल का स्कूल 8वीं के बाद छुड़वा दिया जाता है और वह अपने पिता की तरह आज भी वहीं खेत मजदूरी करता है. അപ്പോൾ ലേഖകൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ലേഖകൻ്റെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞു ആദ്യം. മോർപാലിന് 8ാം ക്ലാസ്സിൽ നിന്ന് അവൻ്റെ പഠിപ്പ് നിർത്തേണ്ടി വന്നു എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നിർത്തിപ്പിച്ചു. ആരെങ്കിലും ആയിരിക്കാം, ഒന്നുകിൽ ആ കുട്ടിയുടെ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. और वह अपने पिता की तरह, പിന്നെ എന്ത് സംഭവിച്ചു? അവൻ്റെ അച്ഛനെ പോലെ ആജ് ഭി വഹീ ഖേത് മജൂരി കർത്താ ഹെ, ഇന്നും അവിടെ വയലിൽ പണിയെടുക്കുന്നു. इसलिए मेरी कलम की कहानी 100 में एक ही कहानी है. हमें बाकी 99 कहानियों को भी भूलना नहीं चाहिए जो हमारे बचपनों में है. അതായത് ഇപ്പോൾ പറഞ്ഞ കലാമിൻ്റെ കഥ എന്ന് പറയുന്നത് 100 में एक ही कहानी है, 100-ൽ ഒരാളുടെ കഥയാണ്. അതായത് 100 പേര് സ്വപ്നം കാണുന്നുണ്ടായിരിക്കും, അതിലൊരാളുടെ സ്വപ്നമായിരിക്കും സത്യമാകുന്നത്. ബാക്കി 99 പേരുടെയും സ്വപ്നം എന്താണ്? സത്യമാവാതെ നിന്നുപോയിരിക്കും. അത് എന്താ പറയുക, സത്യമാക്കാൻ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കലാം കി ജോ കഹാനി ഹെ 100 में एक ही कहानी है, 100-ൽ ഒരാളുടെ കഥയാണ്. ഹമേം ബാക്കി 99 കഹാനിയോ കോ ഭി ഭൂൽനാ നഹീ ചാഹിയെ, നമുക്ക് ബാക്കിയുള്ള 99, അതായത് 99 കഹാനിയോ കോ ഭി ഭൂൽനാ നഹീ ചാഹിയെ, മറക്കാൻ പാടില്ല. ജോ ഹമാരെ ബച്പനോ മേ ഹെ, നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു ഇതുപോലത്തെ കഥകൾ. ആ 99 കഥകൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ ഉണ്ടായിരുന്നിരിക്കാം, അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. फिल्म में हमारे नायक का असल नाम कलाम नहीं है. സിനിമയിൽ നായകൻ്റെ പേര് കലാമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നു നായകൻ്റെ അസൽ നാം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പേര്, ശരിക്കുള്ള പേര് കലാം എന്നല്ല. ठाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते थे. ഇപ്പം ഠാണിയിൽ ജോലി ചെയ്യുന്ന മറ്റു കുട്ടികളെപ്പോലെ തന്നെ ഉസേ ബി സബ് ഛോട്ടു കഹക്കർ ബുലാത്തേ ഥേ, ഇവനെയും അതായത് ഈ കലാമിനെയും എല്ലാവരും ഛോട്ടു എന്നാണ് വിളിച്ചിരുന്നത്. ഉസ്കി മാ ജയ്സൽമേർ കെ കിസി സുദൂർ ദേഹാത് സെ ആക്കർ
उसे भाटी सा की चाय की धड़ी पर काम करने के लिए छोड़ जाती है. उसकी माँ അതായത് നമ്മുടെ छोटूൻ്റെ അമ്മ ജയ്സൽമേർ के किसी सुदूर देहात से आकर ജയ്സൽമേറിലെ ഏതോ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട്, ദേഹാത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ്, ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട്, ആക്കർ വന്നിട്ട്, ഉസേ ഭാട്ടി സാക്കി ചായക്ക് ധടി പർ, ഉസേ അതായത് നമ്മുടെ छोटूനെ ഭാട്ടീസ, ഭാട്ടീസ എന്നൊക്കെ പറയുന്നത് രാജസ്ഥാനിലൊക്കെ കാണുന്ന ഒരു ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരാണ്, ഒരു ജാതിയാണ്. അപ്പോൾ അവരുടെ ചായക്കടയിൽ, ചായക്ക് ധടി എന്ന് പറഞ്ഞാൽ ചായക്കട, ചായക്കടയിൽ കാം കർനെ കെ ലിയെ ഛോഡ് ജാത്തി ഹെ, പണിക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ട് छोटूൻ്റെ അമ്മ പോയതാണ്. വഹ അംഗ്രേസി തോ ക്യാ ഹിന്ദി ഭി ठीक से नहीं जानती, അവന് ഇംഗ്ലീഷ് പോയിട്ട് ഹിന്ദി പോലും മര്യാദയ്ക്ക് വായിക്കാൻ അറിയില്ല. ലേക്കിൻ छोटू सिर्फ छोटू होकर नहीं जीना चाहता, പക്ഷേ छोटूൻ്റെ ഒരു പ്രത്യേകത എന്താ, അവനൊരിക്കലും വെറും ഒരു छोटूവായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വഹ് ഖുദ് ഹി അപ്നാ നാം കലാം രഖ് ലേത്താ ഹെ, അവൻ എന്ത് ചെയ്തു, ഖുദ് ഹി അവൻ സ്വയം അവൻ്റെ പേരെന്താക്കി, കലാം എന്ന് വെച്ചു. ഇസ് നാം മേ ഉസ്കി ആകാംക്ഷാവും കാ അക്സ് ഹെ, ഈ ഒരു പേരിൽ അവൻ്റെ ആകാംക്ഷകളുടെ അക്സ് ഹെ, അക്സ് എന്ന് പറഞ്ഞാൽ പ്രതിഫലനം. കലാം ചെറുപ്പത്തിൽ ആരായിരുന്നു, പിന്നീട് വലുതായപ്പോൾ ആരായി മാറി. അതുപോലെ छोटू ഇപ്പം ചെറുപ്പത്തിൽ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. ആ छोटू എന്താഗ്രഹിക്കുന്നു, വലുതായിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ ഉയരങ്ങൾ കീഴടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് അവൻ ആ പേരിട്ടിരിക്കുന്നത്. ഉസ്കെ ഹാത്ത് കി ബനായി ചായ് മേ ജാദു ഹെ, അവൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയിൽ എന്തോ ഒരു മാജിക് ഉണ്ടായിരുന്നു. ജാദു എന്ന് പറഞ്ഞാൽ മാജിക്, എന്തോ ഒരു മാജിക് ഉണ്ട്. ഭാട്ടി സാബി ഉസ്കി കലാകാരി കി വാവാഹി കർത്തെ നഹീ ഥക്തെ, അപ്പോൾ ഈ ഭാട്ടി സായും അവൻ്റെ ഈ കഴിവിൽ വാവാഹി കർത്തെ നഹീ ഥക്തെ, അതായത് അവനെ പ്രശംസിച്ചിട്ട് ഒരിക്കലും അയാൾ ക്ഷീണിക്കാറില്ല. അതായത് എപ്പോഴും അയാളും അവനെ, छोटूനെ അല്ലെങ്കിൽ നമ്മുടെ കലാമിനെ പ്രശംസിക്കാറുണ്ട്. ജഗ ऐसी है कि വിദേശി ടൂറിസ്റ്റ് बहुत आते हैं, അപ്പോൾ ഈ ചായക്കടയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വിദേശികളായ ടൂറിസ്റ്റുകൾ വരാറുണ്ടായിരുന്നു. കലാം സീഖ്നെ മേ തേസ് ഹെ, അപ്പോൾ കലാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവന് പഠിക്കാൻ വളരെ ഫാസ്റ്റായിരുന്നു, എന്തു പറഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. छट से उनकी बोली सीख जाता है और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है. അപ്പോൾ അങ്ങനെയെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഛട്ട് സേ പെട്ടെന്ന് തന്നെ, ഉൻകി ബോലി സീഖ് ജാത്താ ഹെ ആ വിദേശികളുടെ ഭാഷ അവൻ പഠിച്ചെടുത്തു. और जल्दी ही എന്നിട്ട് പെട്ടെന്ന് തന്നെ, വിദേശ് സേ ആയി വിദേശത്ത് നിന്നും വന്ന, ലൂസി മാഡം കാ ദിൽ ജീത്ത് ലേത്താ ഹെ ലൂസി മാഡത്തിൻ്റെ ദിൽ ജീത്ത് ലേന പറഞ്ഞാൽ ഹൃദയം കവരുക, അതായത് വിജയിക്കാൻ സാധിച്ചു പറഞ്ഞാൽ അയാൾ ലൂസി മാഡത്തിന് അത്രയ്ക്കും ഫേവറേറ്റായ ആളായിട്ട് മാറാൻ കലാമിന് സാധിച്ചു. लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएगी. അപ്പോൾ ലൂസി മാഡം അവന് പ്രോമിസ് ചെയ്തു, അവന് വാക്ക് കൊടുത്തു. വാദാ കർണ എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുക്കുക. കി വേ ഉസേ അപ്നെ സാത്ത്, എന്താണ് വാക്ക് കൊടുത്തത്, അവർ അതായത് ലൂസി മാഡം കലാമിനെ അവരുടെ കൂടെ ദില്ലിയിൽ കൊണ്ടുപോകാമെന്ന് വാക്ക് കൊടുത്തു. ദില്ലി മേ ഡോക്ടർ കലാം ഹെ, അപ്പോൾ ദില്ലിയിലാണ് ഡോക്ടർ കലാം ഉള്ളത്, അബ്ദുൽ കലാം ഉള്ളത് അവിടെയാണ്. ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹന ഹെ, അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ദില്ലിയിലുണ്ട്,
അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് നമ്മുടെ കുട്ടി കലാമിന് എന്തൊക്കെയോ പറയാനുണ്ട്. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം रणविजयന് उसके स्कूल में അവൻ്റെ സ്കൂളിൽ ഭാഷൺ ദേനെ കെ ലിയെ കഹാ ജാത്താ ഹെ, ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. रणविजय परेशान है क्योंकि उसे हिंदी इतनी अच्छी नहीं, उसकी हिंदी इतनी अच्छी नहीं. അപ്പോൾ रणविजयന് പരേഷാൻ ഹെ എന്ന് പറഞ്ഞാൽ ടെൻഷനായി. എന്തുകൊണ്ട്? ക്യോങ്കി ഉസ്കി ഹിന്ദി, അവൻ്റെ ഹിന്ദി ഇത്തിനി അച്ഛി നെഹി ഹെ, അത്ര നല്ലതല്ലായിരുന്നു. അവൻ ഹിന്ദിയിൽ കുറച്ച് മോശമായിരുന്നു. കലാം യെ ജാൻതാ ഹെ, അപ്പോൾ കലാമിന് ഇതറിയാമായിരുന്നു. और छठ एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. അപ്പോൾ കലാമിന് ഇത് ആദ്യം അറിയുന്നതുകൊണ്ട് കലാം എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ, ഛട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, एक अच्छा सा भाषण लिख, ഒരു നല്ല ഒരു പ്രസംഗം എഴുതിയിട്ട് अपने दोस्त, തൻ്റെ സുഹൃത്തായ रणविजय को दे देता है, रणविജയന് കൊടുത്തു. रणविजय प्रथम पुरस्कार पाता है. അങ്ങനെ ആ പ്രസംഗം അവതരിപ്പിച്ചതിന് रणविजयന് പ്രഥം പുരസ്കാർ, അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടി. इस बीच राणा सा के कारिंदे कलाम के घर तलाशी लेने आते हैं. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം റാണാസായുടെ, അതായത് रणविജയൻ്റെ അച്ഛൻ്റെ ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ കലാമിൻ്റെ വീട്ടിൽ തലാശി ലീനിയാത്തെ, അതായത് അവിടെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വരും. और वहाँ कुंवर रणविजय की चीज़ों को पा कलाम पर चोरी का आरोप लगाते हैं. അപ്പോൾ അങ്ങനെ അവർ വീട്ടിൽ അന്വേഷിക്കാൻ വന്നപ്പോൾ വീട്ടിൽ रणविജയൻ്റെ കുറച്ച് സാധനങ്ങൾ കാണും. അങ്ങനെ സാധനങ്ങൾ കാണുമ്പോൾ അത് കലാം മോഷ്ടിച്ചതാണെന്ന്, മോഷ്ടിച്ചു എന്നൊരു ആരോപണം കലാമിൻ്റെ മേൽ ചുമത്തപ്പെടും. ആരോപ് ലഗാന, ആരോപിക്കുക. ചോരി എന്ന് പറഞ്ഞാൽ മോഷണം. ലേക്കിൻ കലാം ഫിർ കലാം ഹെ, പക്ഷേ കലാം എന്താണ്? അവൻ കലാമാണ്. അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാ? इस झूठे आरोप के सामने भी अपनी दोस्ती का प्रण नहीं तोड़ता. ഇങ്ങനെയൊരു തെറ്റായ ആരോപണം ഉണ്ടായപ്പോഴും അവൻ എന്ത് ചെയ്തില്ല? തൻ്റെ സൗഹൃദത്തിൻ്റെ, ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രതിജ്ഞ അവൻ തെറ്റിച്ചില്ല. यह जानकर कि राणा कुंवर को उससे की दोस्ती की सज़ा देंगे, वह चोरी का इल्ज़ाम सह जाता है, पर उन्हें अपनी दोस्ती के बारे में नहीं बताता. അതായത് यह जानकर कि राणा कुंवर को उससे की दोस्ती की सज़ा देंगे, അതായത് റാണ തൻ്റെ മകനെ കലാമുമായി കൂട്ടുകൂടി എന്നറിഞ്ഞാൽ ശിക്ഷിക്കും. അപ്പോൾ അതറിഞ്ഞത് കൊണ്ട് കലാം എന്ത് ചെയ്തു? ബഹ് ചോരി കാ ഇൽസാം സഹജാത്താ ഹെ, അവൻ ആ ചോരിയുടെ, മോഷണത്തിൻ്റെ തെറ്റ്, ഇൽസാം സഹജാന എന്ന് പറഞ്ഞാൽ ആ ഒരു കുറ്റം, ആരോപണം സഹിച്ചു. പർ ഉനെ അപ്നെ ദോസ്തി കെ ബാരെ മേ നഹീ ബത്താത്ത, പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവർ തമ്മിലുള്ള സൗഹൃദത്തിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. അതായത് വേണമെങ്കിൽ കലാമിന് അങ്ങനെ ഒരു ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറയാമായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞാനിത് കട്ടെടുത്തതല്ല, മറിച്ച് അവനിതെനിക്ക് തന്നതാണെന്ന് പറയാമായിരുന്നു. പക്ഷേ കലാം അങ്ങനെ ചെയ്തില്ല. കാരണം എന്താ? കലാം ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അത്രയ്ക്കും മഹത്വം കൊടുക്കുന്നത് കൊണ്ട് കലാം ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर खुद देगा. അപ്പോൾ ഇവിടെ അവൻ നിശ്ചയിക്കുന്നു, തൈ കർണ പറഞ്ഞാൽ തീരുമാനിക്കുക, നിശ്ചയിക്കുക.
कि वह अपनी चिट्ठी കലാമിന് ഡോക്ടർ APJ അബ്ദുൾ കലാമിൻ്റെ അടുത്ത് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ അപ്നി ചിട്ടി അതെല്ലാം കൂടെ ഒരു കത്തിൽ എഴുതിയിട്ട് സീധേ അപ്നെ ഹംനാം ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേ ദേഗ. അതെല്ലാം ഒരു കത്തിൽ എഴുതിയിട്ട് നേരെ ദില്ലിയിൽ പോയിട്ട് അപ്നെ ഹംനാം എന്ന് പറഞ്ഞാൽ ഒരേ പേരുള്ള കലാമിനും ഡോക്ടർ കലാമിനും സെയിം പേരാണല്ലോ, അപ്പോൾ ഒരേ പേരുള്ള കലാമിൻ്റെ അടുത്ത് ഡോക്ടർ കലാമിന് നേരിട്ട് ദില്ലിയിൽ പോയിട്ട് കൊടുക്കും എന്നവൻ തീരുമാനിച്ചു. ഓർ വഹ് അക്കീല ഹി നിക്കൽ പെട്ടാ ഹെ. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് തന്നെ, അക്കീല എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, നിക്കൽ പെട്ടാ ഹെ എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നു. റാസ്തേമേ മുഷ്കിലേ ഹെ. അപ്പം പോകുന്ന വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ലേക്കിൻ കഥാക്കെ അന്തമേം കലാം കോ അപ്നി മൻസിൽ മിൽത്തി ഹെ. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കലാമിന് കഥയുടെ അവസാനം തൻ്റെ ലക്ഷ്യം നേടാൻ സാധിക്കുന്നു. അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അടുത്തെത്താനും കൊടുക്കാനും കയ്യിലുള്ള കത്ത് കൊടുക്കാനും അങ്ങനെ തൻ്റെ ലക്ഷ്യം താൻ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അതെല്ലാം നേടാൻ നമ്മുടെ ഛോട്ടു എന്ന കലാമിന് സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കലാമിൻ്റെ ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കലാമിൻ്റെ ചാപ്റ്ററിനകത്തല്ല, മിഹിർ എഴുതിയിട്ടുള്ള അയാം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററിനകത്ത് ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മിഹിർ എഴുതിയിട്ടുള്ള അയാം കലാം കെ ബഹാനെ എന്ന പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ പാഠവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ഈസി ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക.